അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതെല്ലാ ബാല്യക്കാർ പുള്ളന്മാർ കേൾക്കണം. ബാല്യക്കാർ പുള്ളന്മാർക്ക് മാത്രം ഇത്. കാരണം ഇതിപ്പോൾ ഒരു മംഗലം കഴിഞ്ഞ് ഒരു കാലത്ത് കഴിഞ്ഞിട്ട് കൂട്ടി കൂടാൻ വേണ്ടിയിട്ട് പുതിയാപ്പള്ളിടൊക്കെ പോന്നു. പുതിയാപ്പള്ളിലൊക്കെ കുറേ ആളുണ്ടാവും. ചിലപ്പോൾ 500 ഉണ്ട്, 8 പൈ നോക്കുമ്പോൾ 200 ആളുണ്ടാവും. സാരമില്ല, എന്തെങ്കിലും ഒരു കറക്റ്റുള്ള വാക്ക് പറയണം മനുഷ്യന്മാരോട്. അത് ഇല്ല. പിന്നെ കാലത്തിൻ്റെ സദസ്സിൽ വന്നിട്ട് 1 മണിക്കൂർ കാക്കണം. ഇതെല്ലാം പുതിയാപ്പള്ളിനെ മേക്കപ്പ് ആക്കുന്നതെല്ലാം പയ്യ കാലത്തിന് ഉസ്താദ് വന്നിട്ടാൻ പോകുന്നു. ഇതെല്ലാം വലിയ സാബ് എല്ലാവരും സ്ഥാപിച്ചേർന്നറിയോ. എന്നിന് ഞങ്ങളോട് ചോറ് കാണാത്ത ആളാണ്. രണ്ടാമത്തത് എന്താ പറഞ്ഞാൽ പുതിയാപ്പള്ളിനെ കൊണ്ടുവന്നു കൊണ്ടുപോയിട്ടായിട്ട് ആടെ എന്താക്കുന്നറിയോ. പോകുമ്പോൾ എല്ലാം സ്പ്രേ അടിച്ചുകൊണ്ട് പൊടി പൊട്ടിച്ചുകൊണ്ടിരുന്നു. ഈ സർവത്തിൽ ചോറ് ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് സർവത്ത് കുടിച്ചിട്ടുണ്ടായി. എല്ലാ ചോറ് ഈ പെയിന്റും കളറും എല്ലാ സർവത്തിൽ അതേ സർവത്തിൻ്റെ ചോറ് കുടിക്കുന്നത്. ചോറ് നോക്കണം ഇപ്പോൾ ഡാൻസ് ആക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ കഥ അങ്ങനെ അറിഞ്ഞോ. പിന്നെ രാത്രി പുതിനാട്ടിനെ മടക്കിക്കൊണ്ടുവന്നു പേർക്ക്. ഏത് പുതിയാപ്പിള്ളടക്ക് കൊണ്ടുവന്നു. പുതിയാപ്പിള്ളടക്ക് കൊണ്ടുപോയിട്ട് പിന്നെ നോക്കുമ്പോൾ പെണ്ണ് അയക്കുന്നില്ല. ചില സമയത്ത് കുറ്റം കെട്ട പുള്ള ഉണ്ടാണ്ടായിട്ട് അങ്ങനെ ചില ആൾ എന്തൊക്കെ പറഞ്ഞാൽ മടക്കി കൊണ്ടുവന്നില്ല. പുതിയാപ്പിള്ളിനെ ആടെ തന്നെ കൊണ്ടുവരുന്നു. ഇടയ്ക്കുമ്പോൾ കുറേ ദൂരം കൊണ്ടുപോയി രാവിലെ എല്ലാം കൊണ്ടുവരുന്നു. ആ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അവസ്ഥ എന്തായിട്ടുണ്ടാവും. ഏത് ഈ പുതിനാട്ടിൻ്റെ ഉപ്പാൻ്റെ പെരയിൽ കാക്കുമല്ലേ. എൻ്റെ മോള് ഒരു 10 മണി 11 മണിയാകുമ്പോൾ വരും എന്ന് വെച്ചിട്ട് കാക്കുന്നില്ലേ. ആടെ 10-50 ആൾ ആകെ. പിന്നെ ചില സമയത്ത് 10 ആൾ പോകും. ചോറ് 50 ആൾക്ക് സാധനം ഉണ്ടാക്കും. ഇതെല്ലാം ബേസ്റ്റല്ല മക്കളെ. ഈ ഒജിനം ഈ പലസ്തീനി മക്കളെ ചിന്തിച്ച മക്കളെ ഒരു കരിന കണ്ണിൽ ഒരു ഊണി ചോറില്ലാതെ ഒരു ഊണി ചോറില്ലാതെ പൊയ്യ പാരി തിന്നിട്ട് അള്ളാടെ കരുത്. അള്ളാന്നിട്ട് അള്ളാടെ കരുത്. ഞമ്മ ഭക്ഷണത്തിന് എങ്ങനെ സമയം കളിച്ചിട്ട് അള്ളാന്റെ മലക്കുകൾ ശമിച്ചു പോകുന്നു. അള്ളാന്റെ മലക്കുകൾ ശമിച്ചു പോകുന്നു നമ്മളെ ഭക്ഷണത്തിന്. പുതിയാപ്പളെ വരുമായിട്ട് കാത്തു നിന്നിട്ട് ഈ ഭക്ഷണം അള്ളാടെ കരിഞ്ഞൊക്കെ എന്താവും മക്കളെ നമ്മളുടെ അവസ്ഥ. ഞമ്മ ഈ പുതിയാപ്പളിനെ കൊണ്ടിട്ട് എവിടെയും കൊണ്ടിട്ട് കാലത്തെ കൊണ്ടാക്കുന്നതും ആ പെണ്ണിന്റെ പേർക്കാരെ കരച്ചലും വിളിയും ഈ ബേജാറ് തീരുമോ. പുതിയാപ്പളിനെ പിന്നെ പുതിയാപ്പളെ വന്നെങ്കിൽ പിന്നെ എന്താക്കണറിയോ. രാവിലെ കൊണ്ടുവന്ന പുതിയാപ്പൾക്ക് പാലോർക്കണ്ടാന്ന് ഒരാഴ്ചക്ക് കൊടുക്കണ്ട. ഓന് പെണ്ണ് വേണമെങ്കിൽ പോകുമ്പോ പിന്നെ കറക്റ്റ് സമയത്ത് വരും. അങ്ങനത്തെ പുതിയ ചങ്ങായിമാരെ വിളിക്കില്ലാന്ന്. ഇതെല്ലാം അള്ള സ്ഥാപിച്ചിട്ട് അള്ളാന്റെ മലക്കുകൾ സ്ഥാപിച്ചിടൂ. പലസ്തീനിമൊക്കെ വെള്ളമില്ല, ഭക്ഷണമില്ല, കിടക്കാൻ ജാഗയില്ല. ഇത് ചിന്തിക്കണ്ടല്ലേ. എത്ര പേര് ബേജാറ്. ഇതെല്ലാം തീരും മക്കളെ. നിങ്ങൾ രാവിലെ കൊണ്ടാക്കുന്ന എന്തായിട്ട് നിങ്ങളെ മക്കൾ ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അള്ള നിങ്ങളെ വിടുവോ. ഇതെല്ലാം വലിയ കണ്ണിന്ന് ഓരോരുത്തർ തീവൂന്ന് അറിയോ. കടം വാങ്ങിയിട്ടാണ് ആ പെണ്ണുങ്ങളെ വായിക്കുന്നത്. ആ പെണ്ണ് മക്കളെ ലോൺ പിന്നെ ബാങ്ക് ലോൺ എടുത്തിട്ടാണ്. ആ കടം 10 കൊല്ലത്തേക്ക് തീരുന്നില്ല. ഈ ഉപ്പാക്ക് ഇത് ആർട്ടിന്റെ ദുഃഖവും വരുന്നു, പല പ്രഷറും എല്ലാ രോഗവും വരുന്നത് ഈ കടം പെടാൻ വേണ്ടിയിട്ട്. കുറെ ഡോക്ടർമാർ മക്കളെ പഠിപ്പിക്കുന്നു. ഡോക്ടർമാരാക്കിയിട്ട് ഉപ്പ വായിക്കുന്നു ഗൾഫിന്ന് ഇത് പഠിപ്പിച്ചിട്ട്. ആ മക്കൾക്ക് ഈ മക്കളെ കടം പെടുന്നപ്പോൾ ഈ ഡോക്ടറെ പഠിപ്പിച്ചിട്ട് പാണ്ടിട്ട് 3 കിടാക്കാവുള്ളൂ. ആ ഉപ്പ ലോണ് കടം പെടുന്ന നയിച്ചിട്ട് അയാൾക്ക് ലാസ്റ്റ് 50 കൊല്ലാകുമ്പോൾ ഈ മക്കൾക്കും വേണ്ട, ഉപ്പാക്കും വേണ്ട, ഉമ്മാക്കും വേണ്ട, ആർക്കും വേണ്ട ഈ ഉപ്പാനെ അറിയോ. അതുകൊണ്ട് അള്ളാഹെ സൂക്ഷിച്ചോളി. നിങ്ങൾ ഇനി പുതിയാപ്പളിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ചെയ്യണ്ട. പുതിയാപ്പളിനെ ഉള്ളിൽ കയറ്റണ്ടാന്ന് അറം എന്താക്കിയായിരുന്നു. പാത്രമൊക്കെ വന്നിട്ടാകുമ്പോൾ തുറക്കണ്ടെന്നോ പെണ്ണിന്റെ ഉപ്പാറ്. അതെ. അസ്സലാമു അലൈക്കും. അള്ളാഹെ സൂക്ഷിച്ചോളി മക്കളെ. അള്ളാഹ് ഒരു പൊടി പിടിച്ചിട്ട് എന്താക്കിയാൽ കഴിയാം.